ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരായ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 2-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് നമ്മൾ പഠന വിഷയമാക്കിയത്. ഈ വേദഭാഗത്തിലൂടെ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം എപ്രകാരമാണ് നമ്മൾ പ്രഘോഷിക്കേണ്ടതെന്നും എപ്രകാരമാണ് അതിനെ ഉൾക്കൊള്ളേണ്ടതെന്നും നമ്മളുടെ ജീവിതത്തിൻ്റെ പ്രശംസ എന്ന് പറയുന്നത് കർത്താവിൻ്റെ ക്രൂശിലാണെന്നും ക്രൂശിനെ അല്ലാതെ മറ്റൊന്നിലും എനിക്ക് പ്രശംസിപ്പാനില്ല എന്ന് വളരെ വ്യക്തമായി പൗലോസ്ലീഹ ഈ വേദഭാഗത്തിലൂടെ നമ്മെ പഠിപ്പിച്ചു. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും എനിക്ക് പ്രസംഗിക്കുവാനില്ല. എൻ്റെ പ്രശംസ കാൽവറി ക്രൂശിൽ യാഗമായി തീർന്ന, മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ, പാപമരണത്തിൽ നിന്നും ലോകത്തെ വീണ്ടെടുത്ത രക്ഷയുടെ നാഥനായ യേശുക്രിസ്തുവാണ് എൻ്റെ പ്രസംഗവും എൻ്റെ പ്രസംഗ വിഷയവും എൻ്റെ ജീവിതവും എൻ്റെ സുവിശേഷവുമെന്ന് പൗലോസ്ലീഹ ഈ കഴിഞ്ഞ വാക്യങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. എന്നാൽ 6 മുതലുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ ആത്മീക മനുഷ്യനും ഭൗതിക മനുഷ്യനും തമ്മിലുള്ള ഒരു താരതമ്യമാണ് പൗലോസ്ലീഹ വരച്ചു കാട്ടുന്നത്. അത് ഇപ്രകാരമാണ് പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നത്. ആത്മീക മനുഷ്യൻ അവൻ വിശ്വാസത്തിൽ പക്വമതിയാണ്. ദ മെച്വർ എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് വാക്കിൽ അതിനെ ടെലിയോയി എന്ന് പറയും, അഥവാ പക്വമതികൾ. നമ്മൾ ഇന്നത്തെ ലോകത്തിലും നമ്മൾ ചിലരെ പറ്റി പറയാറുണ്ട്, അവന് 10 വയസ്സേ ഉള്ളെങ്കിലും അവൻ പക്വമതിയാണ്. ചിലരെ പറ്റി പറയാറുണ്ട്, അവന് 30 വയസ്സായിട്ടും യാതൊരു മെച്യൂരിറ്റിയും ഇല്ല എന്ന് പറയുന്നത് സ്വാഭാവികമായ നമ്മുടെ ഒരു സംസാര ഭാഷയുടെ ഭാഗമാണ്. ഇവിടെ പൗലോസ്ലീഹ അത് വ്യക്തമാക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന വാക്കാണ്, ഗ്രീക്ക് വേർഡാണ് ടെലിയോയി എന്ന് പറഞ്ഞാൽ പക്വത, മെച്യൂരിറ്റി. അവിടെ പൗലോസ്ലീഹ ഈ മെച്യൂരിറ്റിയെക്കുറിച്ച് പറയുന്നത് ദ മെച്വർ ആർ ദ സ്പിരിച്വൽ എന്നാണ് പറയുന്നത്. സ്പിരിച്വൽ എന്ന് പറയുമ്പോൾ ന്യൂമാറ്റിക്കോയി, ന്യൂമ, റൂഹ, ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് വസിക്കുന്നവനാണ് മെച്വേർഡ്, ദ സ്പിരിച്വൽ വൺ എന്ന് പൗലോസ്ലീഹ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. അവരെ ആത്മീക മനുഷ്യർ എന്നാണ് പറയുന്നത്. എന്താണ് ഈ ആത്മീക മനുഷ്യൻ്റെ പ്രത്യേകത? ആത്മീക മനുഷ്യൻ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് സകലത്തെയും വിവേചിച്ചറിയുന്നു. ദൈവത്തിൻ്റെ ആത്മാവിലൂടെ സകലതിനെയും വിവേചിച്ചറിയുന്നവനാണ് ദ മെച്വേർഡ് ഓർ ദ സ്പിരിച്വൽ വൺ. ആത്മീക മനുഷ്യൻ, പക്വമതിയായവൻ, സകലത്തെയും ദൈവത്തിൻ്റെ ആത്മാവിനെ കൊണ്ട് തിരിച്ചറിയുന്നു. അവൻ രക്ഷയുടെ അനുഭവത്തിൽ ജീവിക്കുന്ന ആളാണ്.
അപ്പോൾ യേശുക്രിസ്തുവിൽ കൂടി കൈവന്ന രക്ഷയുടെ അനുഭവത്തിൽ ജീവിക്കുന്ന ആളിനെയാണ് പക്വമതി അല്ലെങ്കിൽ ആത്മീക മനുഷ്യൻ എന്ന് പൗലോസ്ലീഹ ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ആത്മീകനാണോ എന്നുള്ള ഒരു തിരിച്ചറിവിന് ആധാരം യേശുക്രിസ്തുവിൽ കൂടി കൈവന്ന രക്ഷയുടെ അനുഭവത്തിൽ ജീവിക്കുന്നവരാണ് നമ്മൾ എങ്കിൽ നമ്മളെപ്പറ്റി പറയുന്നത് ആത്മീക മനുഷ്യൻ അല്ലെങ്കിൽ സ്പിരിച്വൽ വൺ, അവനാണ് ദ മെച്വർ, ആത്മാവിൽ പാകതയുള്ളവർ, പക്വതയുള്ളവർ. അവരുടെ നോട്ടവും അവരുടെ ശ്രദ്ധയും അവരുടെ താല്പര്യവും അവരുടെ വാക്കുകളും അവരുടെ ചിന്തകളും അവരുടെ ശാരീരികമായ ഭാഷകളും എല്ലാം ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നു. കാരണം ദൈവത്തിൻ്റെ ആത്മാവിൽ അവരിൽ വസിക്കുന്നു. ആ രക്ഷയുടെ അനുഭവത്തിലൂടെയാണ് അവർ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നത്. അവരുടെ ജീവിതം ദൈവാത്മാവിൻ്റെ ഇഷ്ടപ്രകാരമാണ്. എന്നാൽ മറ്റൊരു കൂട്ടരുണ്ട്, അവരെയാണ് ഭൗതിക മനുഷ്യരെന്ന് പറയുന്നത്. ഭൗതിക മനുഷ്യർ ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിലല്ല ജീവിക്കുന്നത്. അവർ ലോകപ്രകാരം ജീവിക്കുന്നവരും ലൗകിക കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നവരുമാണ്. അച്ഛൻ ആദ്യമേ ഓർമ്മിപ്പിച്ചു, പൗലോസ്ലീഹ ഇവിടെ 2 തരം വ്യക്തികളെക്കുറിച്ചുള്ള ഒരു താരതമ്യ പഠനമാണ്. ഒന്ന് ആത്മീക മനുഷ്യൻ, ഒന്ന് ഭൗതിക മനുഷ്യൻ. ആത്മീക മനുഷ്യൻ ദൈവാത്മാവ് കൊണ്ട് സകലതും വിവേചിച്ചറിയുന്നു. അവൻ്റെ ജീവിതത്തിൻ്റെ ക്രമം പരിശുദ്ധാത്മാവിൻ്റെ നിയോഗപ്രകാരവും നിയന്ത്രണപ്രകാരവുമാണ്. അതുകൊണ്ട് അവൻ ലോകത്തിലുള്ളതിനല്ല, ദൈവികമായതിന് മുൻതൂക്കവും ശ്രദ്ധയും കൊടുക്കുന്നു. അങ്ങനെ ഭൗതികമായ ലോകത്തിൽ നിന്ന് വ്യത്യസ്തമായി ഉയരങ്ങളിലുള്ളത് ചിന്തിക്കുവാനും ഉയരങ്ങളിലുള്ളതിനെ പ്രാപിക്കുവാനും ആ രക്ഷയുടെ അനുഭവത്തിൽ വളരുവാനും കഴിയുന്നവനാണ് ദ മെച്വർ അല്ലെങ്കിൽ ദ സ്പിരിച്വൽ വൺ. അവനെ ആത്മീക മനുഷ്യൻ എന്ന് പറയും, ദ ന്യൂമാറ്റിക്കോയി, ആത്മീക മനുഷ്യൻ. ഭൗതിക മനുഷ്യൻ അങ്ങനെയല്ല. അവൻ ലോകത്തിൻ്റെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി ജീവിക്കുന്നു. അവൻ്റെ ഇഷ്ടവും അവൻ്റെ ആഗ്രഹങ്ങളും അവൻ്റെ താല്പര്യങ്ങളും എല്ലാം ലോകത്തിലാണ്. അതുകൊണ്ട് അവൻ മുൻതൂക്കം കൊടുക്കുന്നത് ലൗകികമായ അല്ലെങ്കിൽ ഭൗതികമായ കാര്യങ്ങൾക്കാണ്. ഇവിടെ പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നത് നിങ്ങൾ ഭൗതിക മനുഷ്യരാകുവാനല്ല, ദൈവത്തിൻ്റെ വചനത്താൽ നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത്. അതിൽ നിന്ന് നിങ്ങൾ വളർച്ച പ്രാപിക്കണം, രൂപാന്തരം പ്രാപിക്കണം. ഭൗതിക മനുഷ്യൻ ആത്മീക മനുഷ്യനായി മാറ്റപ്പെടണം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതുതാക്കപ്പെട്ടിരിക്കുന്നു. പഴയ വസ്ത്രങ്ങളെ അല്ല, ആ പഴയ വസ്ത്രത്തെ ഉരിഞ്ഞു കളഞ്ഞ് നാശരഹിതമായ വസ്ത്രം ധരിക്കണം. അഴിഞ്ഞു പോകുന്ന അനുഭവങ്ങളല്ല, നശ്വരതയിൽ നിന്നും അനശ്വരമായ അനുഭവത്തിലേക്ക് നമ്മൾ വളരണം. ലൗകികമായ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കുന്നവരായിട്ടല്ല, ദൈവികമായ കാര്യങ്ങളിൽ ഉയരങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കുന്നവരായിരിക്കണം. പലപ്പോഴും
നമ്മളുടെ ആത്മീയ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഒരു അപചയമെന്ന് പറയുന്നത്, നമ്മൾ ദൈവത്തെ ആരാധിക്കുകയും കർത്താവിനെ വിശ്വസിക്കുകയും ആത്മീയമായി ജീവിക്കുന്ന ആളുകളെന്ന് പേർ വിളിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അതേ സമയം തന്നെ നമ്മളുടെ താല്പര്യങ്ങളും നമ്മളുടേതായ സന്തോഷങ്ങളും നമ്മളുടേതായ ഇംഗിതങ്ങളും എല്ലാം ഭൗമികമായി ഉടക്കി കിടക്കുകയാണ്. ആ ഭൗമികമായി താല്പര്യമുള്ളിടത്തോളം കാലം നിനക്ക് ആത്മീക കാര്യങ്ങളിൽ ശ്രദ്ധിക്കുവാൻ കഴിയുകയില്ല. ഭൗതികമായ കാര്യങ്ങളിൽ നീ ആശ്രയം വയ്ക്കുമ്പോൾ നീ ദൈവാശ്രയത്തിൽ നിന്ന് അകന്നു പോകും. അതുകൊണ്ട് തിരുവചനം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കും, നീ സർവ്വ ലോകവും നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്നു എങ്കിൽ നിനക്ക് എന്ത് പ്രയോജനം? ആത്മാവിനെ നേടുവാനായിട്ട് വ്യഗ്രതയോടെ ജീവിക്കുകയും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും അധ്വാനങ്ങളും സമ്പാദ്യങ്ങളും എല്ലാം ഭൗതികമായി കൂട്ടിവയ്ക്കുവാൻ നീ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ, മൂഢ, ഇന്ന് നിന്റെ ആത്മാവിനെ ദൈവം ചോദിച്ചാൽ നീ എന്ത് ചെയ്യുമെന്ന് സകലതും കൂട്ടിവെച്ച ധനികനായ ഒരു കർഷകനോട് ദൈവം ചോദിച്ചതുപോലെ നമ്മളുടെ ജീവിതത്തിൽ ഒരാത്മീയ പരിശോധനയ്ക്കുള്ള മുന്നറിയിപ്പാണ് പൗലോസ്ലീഹ ഈ വേദഭാഗത്തിലൂടെ നമുക്ക് നൽകുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഉയരത്തിലുള്ളതിനെ കാണുവാനും അറിയുവാനും നമുക്ക് സാധിക്കണം. നമ്മളുടെ ബാഹ്യമായ നേത്രങ്ങൾ കൊണ്ട് ഈ ലോകത്തിലുള്ളതിനെ നമ്മൾ കാണുന്നു. ഈ ബാഹ്യമായ നേത്രങ്ങളെ അടച്ച് ആത്മീയമായ ഉൾക്കണ്ണുകളെ തുറന്ന് ഉയരങ്ങളിലേക്ക് നോക്കുവാനായിട്ട് സാധിക്കും. അപ്പോഴാണ് ദൈവികമായ മർമ്മങ്ങളുടെ രഹസ്യം ദൈവം തമ്പുരാൻ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ദൈവികമായ മർമ്മങ്ങളുടെ വെളിപ്പെടുത്തലുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കണമെങ്കിൽ നമ്മളുടെ ആത്മീയമായ നേത്രങ്ങളെ തുറക്കണം, ബാഹ്യമായ നേത്രങ്ങളെ അടയ്ക്കണം, സ്വർഗീയമായ ദർശനങ്ങളെ കാണണം. ആത്മവിവശനായിട്ട് യോഹന്നാൻ ശ്ലീഹ പത്മോസ് ദ്വീപിൽ കിടന്നപ്പോൾ അവൻ്റെ ആത്മവിവശതയിലൂടെ സ്വർഗീയമായ ഒരു വെളിപ്പെടൽ അവനുണ്ടായി. റെവലേഷൻ, വെളിപ്പാട്. ദൈവികമായ മർമ്മങ്ങളെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അവിടെ ദൈവത്തിൻ്റെ സ്വർഗീയ രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലിന് വേണ്ടി, വെളിപാടിനു വേണ്ടി ആത്മവിവശതയോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന യോഹന്നാൻ ശ്ലീഹായിക്ക് ദൈവം തൻ്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തിയതുപോലെ ദൈവസന്നിധിയിൽ ഇരുന്ന് പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കുവാനും അവനിൽ തന്നെ ശ്രദ്ധ വയ്ക്കുവാനും ഉയരത്തിലുള്ളതിലേക്ക് നോക്കി ആത്മീയമായ ബലപ്പെട്ട് ജീവിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ ദൈവം സ്വർഗരാജ്യത്തിൻ്റെ, ദൈവരാജ്യത്തിൻ്റെ, സുവിശേഷത്തിൻ്റെ മർമ്മങ്ങളെ വിവേചിച്ചറിയുവാൻ തക്കവണ്ണമുള്ള പരിശുദ്ധാത്മ ശക്തി നമ്മിൽ നിഴലിടും. The mystery here is the gospel of kingdom, which neither angels nor any other creature knew before it was revealed by Jesus Christ. Even though the incarnation of the Son was God's plan from entering eternity for transforming creation, moreover that gospel is hidden from those who perish. Those who will not believe do not grasp what is clear to the faithful. ക്രൂശിൻ്റെ വചനം അതിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ ശക്തിയാണ്. ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ ദൈവം തമ്പുരാൻ വെളിപ്പെടുത്തി തരും. മാലാഖമാർക്ക് പോലും യാതൊരു സൃഷ്ടിക്കും പോലും അറിയാതിരുന്ന ദൈവികമായ മർമ്മങ്ങളെ, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷത്തെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ
വെളിപ്പെടുന്നതുവരെയും ആർക്കും അറിയില്ലായിരുന്നു. എന്നാൽ ക്രിസ്തുവിലൂടെ ആ ദൈവികമായ പദ്ധതിയെ ലോകത്തിന് വെളിപ്പെടുത്തി. പ്രിയമുള്ളവരെ, ആ വിശ്വാസത്തിൽ വളരുന്നവർക്ക് ദൈവികമായ മർമ്മങ്ങളെ പരിശുദ്ധാത്മ ശക്തിയാൽ ദൈവം തമ്പുരാൻ നമുക്ക് വെളിപ്പെടുത്തി തരും. ഇവിടെ പൗലോസ്ലീഹ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത് ലോകത്തിൻ്റെ ജ്ഞാനം കൊണ്ട് കിട്ടുന്നതല്ല ദൈവികമായ മർമ്മങ്ങളുടെ വെളിപാട്. ദൈവികമായ മർമ്മങ്ങളെ, ദ മിസ്റ്ററി ഓഫ് ദ ഗോസ്പൽ ഓഫ് ദ കിങ്ഡം, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങളുടെ വെളിപ്പെടൽ എന്ന് പറയുന്നത് ഭൗതികമായ ജ്ഞാനം കൊണ്ട് ലഭിക്കുന്നതല്ല. കടലിൻ്റെ ആഴത്തിൽ കിടക്കുന്ന മുത്തുകൾ അത് ആഴത്തിലേക്ക് ഇറങ്ങി ഊളിയിട്ട് അടിത്തട്ടിലേക്ക് ചെല്ലുന്നവർക്ക് മാത്രമേ കിട്ടാറുള്ളൂ. ആയതുപോലെ വിശ്വാസത്തിൻ്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെല്ലുവാൻ നമുക്ക് സാധിക്കണം. ദൈവികമായ അനുഗ്രഹത്തിൻ്റെ ഉറവുകളിലേക്ക് ചെല്ലുവാൻ സാധിക്കണം. അങ്ങനെ ദൈവസന്നിധിയിലേക്ക് നമ്മളുടെ ശ്രദ്ധ തിരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൽ നമ്മൾ അഭിഷേകം പ്രാപിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പെടലുകൾ നമുക്കുണ്ടാകും. അത് ഓരോ മറകളെയും മാറ്റി മാറ്റി കൂടുതൽ കൂടുതൽ ദൈവികമായ പ്രകാശത്തിലേക്ക് നമ്മെ നയിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് പരിശുദ്ധ പൗലോസ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, മർമ്മത്തിൻ്റെ വെളിപാടിന് അനുസരണമായ സുവിശേഷീകരണം. ഒന്നുകൂടെ പറയാം, മർമ്മത്തിൻ്റെ, ദൈവികമായ മർമ്മത്തിൻ്റെ രഹസ്യങ്ങളുടെ വെളിപ്പാടിന് അനുസരണമായ സുവിശേഷീകരണം. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നു, വെളിപാടിനാൽ എനിക്ക് ഒരു മർമ്മം അറിയായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങളത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കും. വീണ്ടും 3-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സകലവും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ ലഭിക്കുന്നത് സകലവും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിക്കുവാനുമായിട്ടാണ് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത്. ആ കൃപയാണ് പരിശുദ്ധ കന്യകമറിയാം അമ്മയോട് ഗബ്രിയേൽ മാലാഖ പറഞ്ഞത്, കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം, ദൈവത്തിൻ്റെ രഹസ്യം നിന്നിൽ നിഴലിട്ടിരിക്കുകയാണ്. ലോകത്തിന് പ്രകാശിപ്പിക്കപ്പെടുവാൻ തക്കവണ്ണം, ലോകത്തിന് നൽകപ്പെടുവാൻ തക്കവണ്ണം സകലവും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ അനാദികാലം മുതലുള്ള മറഞ്ഞു കിടന്ന മർമ്മത്തിൻ്റെ രഹസ്യം, മർമ്മത്തിൻ്റെ വെളിപ്പെടൽ പരിശുദ്ധ കന്യകമറിയാം അമ്മയിൽ ദൈവം മനുഷ്യനായി ഭൂജാതനാകുന്നു. എന്ത് വ്യക്തമാണ് പൗലോസ്ലീഹ പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വചന പ്രഘോഷണമെന്ന് പറയുന്നതും ദൈവത്തിൻ്റെ വചന കേൾവി എന്ന് പറയുന്നതും ഒരാത്മീക മനുഷ്യൻ്റെ ആത്മീയമായ പടിപടിയായുള്ള വളർച്ചയെന്ന് പറയുന്നതും ലോക സൃഷ്ടാവായ, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ അനാദികാലം മുതൽ മറഞ്ഞു കിടന്നതായ ദൈവികമായ പദ്ധതിയെ, രഹസ്യത്തെ വെളിപ്പെടുത്തി തരുന്ന അത്ഭുതകരമായ അനുഭവമാണ് ദൈവത്തിൻ്റെ സുവിശേഷം. അതിൻ്റെ മർമ്മങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ന് പൗലോസ്ലീഹ അവിടെ വ്യക്തമാക്കുകയാണ്. വീണ്ടും
6-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ പൗലോസ്ലീഹ ഇപ്രകാരമാണ് പറയുന്നത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യത്തിൽ, ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിൻ്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എൻ്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ടതും വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിപ്പീൻ. അപ്പോൾ പൗലോസ്ലീഹ വിശ്വാസികളോട് ആവശ്യപ്പെടുകയാണ്, ഞാൻ ഈ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി ഞാൻ സേവിക്കുന്ന സുവിശേഷത്തിൻ്റെ മർമ്മം പ്രാഗൽഭ്യത്തോട് അറിയിക്കുവാനും എൻ്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് ദൈവത്തിൻ്റെ വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ ആ സംസാരിക്കുന്ന വചനം പ്രാഗൽഭ്യത്തോടെ ദൈവത്തിൻ്റെ മർമ്മത്തെ വിശ്വാസികൾക്ക് വെളിപ്പെട്ടു വരുവാനും തക്കവണ്ണം നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. അപ്പോൾ ദൈവത്തിൻ്റെ വചന പഠനവും സുവിശേഷീകരണവും ലാഘവത്തോടെ ചെയ്യേണ്ടതായ ഒന്നല്ല. അതിനൊരു വലിയ ഒരുക്കമുണ്ട്, വലിയ ഒരു പ്രാർത്ഥനാ ജീവിതമുണ്ട്. മോശ സീനായി മലയിലേക്ക് ചെന്ന് ദൈവത്തിൻ്റെ അടുക്കൽ ആയിരുന്നിട്ട് അവൻ തിരികെ ഇറങ്ങിയപ്പോൾ താഴെ നിന്ന് ഇസ്രായേൽ ജനം വിളിച്ചു പറഞ്ഞു, മോശയെ മോശയെ, നിന്റെ കയ്യിലിരിക്കുന്ന തൂവാല എടുത്ത് നിന്റെ മുഖത്തേക്കിടുക, നിന്റെ മുഖത്തിൻ്റെ ത്വക്ക് സൂര്യനെ പോലെ പ്രകാശിക്കുന്നു. ഒറ്റ ദിവസം കൊണ്ടുള്ള പ്രകാശമല്ല, 40 രാവും 40 പകലും ദൈവത്തിൻ്റെ പർവ്വതമായി സീനായി പർവ്വതത്തിൽ ദൈവത്തിൻ്റെ പാദപീഠത്തിലിരുന്ന് ദൈവത്തോടഭിമുഖമായി സംസാരിക്കുന്ന, തപസ്സനുഷ്ഠിക്കുന്ന, പ്രാർത്ഥിച്ച, ദൈവത്തിലേക്ക് നോക്കി പ്രകാശപൂരിതനായ മോശയെയാണ് കാണുന്നത്. ഒറ്റ ദിവസം കൊണ്ട് പ്രാപിക്കുന്നതല്ല, അത് വലിയൊരു ഉപാസനയാണ്, വലിയ ഒരു തപസ്സാണ് ആത്മീയ ജീവിതം. ലാഘവത്തോടെ ചെയ്യാൻ പറ്റുന്നതല്ല. അങ്ങനെ ലാഘവത്തോട് ചെയ്യുന്നതാണ് എങ്കിൽ നീ ക്രൂശിൻ്റെ വചനത്തെ നിന്ദിക്കുന്നവനാണ്. അതിന് വലിയ ഒരു ഒരുക്കം ആവശ്യമാണ്, വലിയ ഒരു ഉപാസന ആവശ്യമാണ്, വലിയ ഒരു തപസ് ആവശ്യമാണ്. ദൈവികമായ മർമ്മങ്ങളെ വെളിപ്പെട്ട് വരുവാൻ തക്കവണ്ണം സകല മൂടലുകളെയും മാറ്റി, സകല പ്രതിസന്ധികളെയും മാറ്റി, ആത്മീയമായ നേർക്കാഴ്ചയോടുകൂടി, ഉൾക്കാഴ്ചയോടുകൂടി ദൈവത്തിലേക്ക് ശ്രദ്ധ തിരിച്ച് ലോകത്തിലുള്ളതിനെ എല്ലാം മറന്ന് ആത്മീയമായ അനുഭവത്തിലേക്ക് നമ്മളുടെ ദൃഷ്ടിയെ തിരിച്ച് നമ്മളുടെ മനസ്സിനെ, നമ്മളുടെ ബോധങ്ങളും നമ്മളുടെ വിചാരങ്ങളും നമ്മളുടെ ഹൃദയങ്ങളുമെല്ലാം പിതാവാം ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന മശിഹാ തമ്പുരാൻ ഇരിക്കുന്ന ഇടത്തായിരിക്കണം എന്ന് വിശുദ്ധ കുർബാനയിൽ കർത്താവിനോട്, ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്നത് പോലെ നമ്മളുടെ ജീവിതത്തെ തന്നെ ദൈവത്തിലേക്ക് അടുപ്പിക്കുമ്പോൾ ദൈവികമായ മർമ്മങ്ങളെ നൽകുവാൻ തക്കവണ്ണം ദൈവം നിന്റെ അധരങ്ങളെ തുറക്കും. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 2, 3, 4 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം കാണാം, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പീൻ. അപ്പോൾ പ്രാർത്ഥനയോടെ ഉറ്റിരുന്ന് സ്തോത്രത്തോടെ അതിൽ ജാഗരിക്കുവീൻ. എനിക്ക് ബന്ധനകാരണമായ ക്രിസ്തുവിൻ്റെ മർമ്മം പ്രാപിപ്പാൻ, അത് പ്രസ്താവിക്കുവാനും തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വാതിൽ തുറന്നു തരികയും ഞാൻ സംസാരിക്കേണ്ട വണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീൻ. ദൈവത്തിൻ്റെ രഹസ്യങ്ങളുടെ മർമ്മങ്ങളെ വെളിപ്പെടുവാനും അത് ആ വെളിപ്പെട്ടു വരുന്ന മർമ്മങ്ങളെ ഗ്രഹിക്കുവാനും ആ വെളിപ്പെട്ടു വന്ന് ഗ്രഹിച്ചതായ മർമ്മങ്ങളെ പ്രാഗൽഭ്യത്തോടെ സുവിശേഷിക്കുവാനും, അങ്ങനെ സുവിശേഷിക്കുമ്പോൾ
അത് ഓരോ കേൾക്കുന്ന വ്യക്തിയിലും പരിവർത്തനമുളവാക്കും. അവിടെയാണ് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ഫലവത്തായി തീരുന്നത്. അത് 30, 60, 100 മേനി വിളയും. വീണ്ടും പരിശുദ്ധനായ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇപ്രകാരം കാണാം: അവർ വിശ്വാസത്തിൻ്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവരായിരിക്കണം. സഭയിലെ അധ്യക്ഷന്മാരെക്കുറിച്ചാണ് പറയുന്നത്. അധ്യക്ഷന്മാർ വിശ്വാസത്തിൻ്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവർ ആയിരിക്കണം. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം അത് കേൾക്കുകയും ഗ്രഹിക്കുകയും അത് പ്രഘോഷിക്കുകയും ചെയ്യുന്നവർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ അഭിഷേകം പ്രാപിക്കണം. അനോയിൻറ്റഡ് by the Holy Spirit with the dynamic power of God. ദൈവത്തിൻ്റെ അതുല്യ ശക്തി ലഭിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലൂടെ ദൈവികമായ കൃപാവരങ്ങളെ പ്രാപിക്കുവാൻ തക്കവണ്ണം ഒരുക്കത്തോടുകൂടി സമർപ്പിതരായി പ്രാർത്ഥനയിൽ ഊറ്റിയിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ മർമ്മങ്ങളെ മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും തക്കവണ്ണം നമ്മളുടെ ഉൾക്കണ്ണുകളെ തുറന്ന് നമ്മളുടെ ശ്രദ്ധയും നമ്മളുടെ ചിന്തയും നമ്മളുടെ ആഗ്രഹങ്ങളും എല്ലാം എൻ്റെ ദൈവത്തിലേക്ക് അർപ്പിച്ചുകൊണ്ട് ഞാനായിരിക്കുന്നതായ സമയത്ത് ദൈവം നമുക്ക് ദൈവികമായ മർമ്മങ്ങളെ വെളിപ്പെടുത്തി തരുമെന്ന് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിച്ചതുപോലെ അപ്രകാരമുള്ളവർ അനുഗ്രഹീതമായ ജീവിതം പ്രാപിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിൽ നിറവുള്ളവരും ഉണർവുള്ളവരുമായി തീരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.